അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളിപ്പോൾ ഉള്ളത് രണ്ട് കിബിലയുള്ള പള്ളിയിലാണ് കേട്ടോ. മസ്ജിദുൽ കിബ്ലത്തൈനി. മസ്ജിദുൽ കിബ്ലത്തൈനി എന്ന് പേര് വരാൻ ഒരു ചരിത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഏകദേശം 17 മാസക്കാലം കഅബ ഷരീഫ് കിബിലയ്ക്ക് പകരം ബൈത്തുൽ മുഖദ്ദിസ് കിബിലയാക്കിയാണ് നിസ്കരിച്ചു പോന്നിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബ ഷരീഫ് കിബിലയാക്കുന്നതാണ് ഏറ്റവും താല്പര്യം. അത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ബനു സലാമ ഗോത്രക്കാരിയായ ഉമ്മുൽ ബഷീർ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലെത്തിയ റസൂലും സ്വഹാബത്തും ളുഹർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ 2 റക്അത്ത് പിന്നിട്ട ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിൻ്റെ വഹി ഇറങ്ങുകയാണ്. ഫലാ നുവന്നിയന്നക കിബ്ലതൻ തർളാഹ, നബിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. അങ്ങനെ ബാക്കി 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കഅബ ഷരീഫിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ് ഉണ്ടായത്. നമുക്കിപ്പോഴും ആ പള്ളി സന്ദർശിക്കും. നമുക്കിപ്പോഴും അവിടെ ആ ബൈത്തുൽ മുഖദ്ദസിൻ്റെ കിബിലയാക്കി നിസ്കരിച്ച സ്ഥലം ഇപ്പോഴും നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സഹാബത്ത് ഉമ്മുൽ ബഷീർ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ആ സ്ഥലം വിലക്ക് വാങ്ങി പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ മഹദി അവറുകൾ ദാനമായി തന്നെ മുസ്ലിങ്ങൾക്ക് നൽകി അവിടെ പള്ളി ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുണ്ടായത്. അങ്ങനെയാണ് ഈ പള്ളിക്ക് മസ്ജിദുൽ കിബ്ലത്തൈൻ എന്ന പേര് വരാനുള്ള കാരണം.